നമസ്കാരം. ഗാസയിലെ റാഫയിൽ സൈനിക നടപടി നിർത്തിവെക്കണമെന്ന് ഇസ്രയേലിന് അന്താരാഷ്ട്ര കോടതിയുടെ ഉത്തരവ്. സഹായം എത്തിക്കാൻ റാഫ അതിർത്തി തുറക്കാനും ഉത്തരവിൽ പറയുന്നു. ഫലസ്തീൻ ജനത അപകടത്തിലാണെന്നും ഇസ്രായേൽ വംശഹത്യ നടത്തുന്നുവെന്നും ചൂണ്ടിക്കാണിച്ച് ദക്ഷിണാഫ്രിക്ക നൽകിയ ഹർജിയിലാണ് വിധി. ഈ വർഷം മൂന്നാമത്തെ തവണയാണ് ഗാസയിലെ മരണങ്ങളും മാനുഷിക ദുരിതങ്ങളും നിയന്ത്രിക്കാനായി 15 പാനൽ ഉത്തരവിടുന്നത്. ഉത്തരവ് നിയമപരമായി നിലനിൽക്കുമെങ്കിലും ഇത് നടപ്പാക്കുന്നതിന് ആവശ്യമായ സേന കോടതിക്കില്ല. ഇസ്രായേൽ സ്വീകരിച്ച നടപടികളുടെ റിപ്പോർട്ട് 1 മാസത്തിനകം സമർപ്പിക്കണമെന്നും രാജ്യാന്തര കോടതി ആവശ്യപ്പെട്ടു. ഹമാസ് നിരുപാധികം ബന്ദികളെ വിട്ടയക്കണമെന്നും കോടതി ഉത്തരവിട്ടു. ഗാസയിലെ ഫലസ്തീനികളുടെ അവസ്ഥ വിനാശകരമാണെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു. എന്നാൽ ഈ നിർദ്ദേശത്തെ ഇസ്രായേൽ തള്ളുകയാണ് ഉണ്ടായത്. ഗാസയിലെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഹമാസ് തീവ്രവാദികൾക്കെതിരെയുള്ള സ്വയരക്ഷയുടെ പ്രവർത്തനങ്ങളാണെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതോടെ ഗാസയിലെ റഫ മേഖലയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു. ഈ മാസം ആദ്യമാണ് റഫയിൽ ഇസ്രായേൽ സൈനിക നടപടി ആരംഭിച്ചത്. ആക്രമണം ആരംഭിച്ചതോടെ റഫയിൽ അഭയം പ്രാപിച്ച ലക്ഷക്കണക്കിന് ഫലസ്തീനികളാണ് പലായനം ചെയ്തത്. റഫ അതിർത്തി അടച്ചതോടെ മാനുഷിക സഹായ വിതരണവും നിലച്ചിരുന്നു. നേരത്തെ ഗാസയിൽ 7 മാസമായി തുടരുന്ന സംഘർഷത്തിന്റെ പേരിൽ നെതന്യാഹു ഉൾപ്പെടെയുള്ള ഇസ്രായേൽ നേതാക്കൾക്ക് പുറമെ ഹമാസ് നേതാക്കളായ യഹിയ സിൻവർ, മുഹമ്മദ് ദെയ്ഫ്, ഇസ്മായിൽ ഹനിയ എന്നിവർക്കുമെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കണമെന്ന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി മുഖ്യ പ്രോസിക്യൂട്ടർ കരീം ഖാൻ ആവശ്യപ്പെട്ടിരുന്നു. യുദ്ധതന്ത്രമായി ജനങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലുന്നതിന്റെ, ഗാസയിലെ ജനങ്ങളെ കൂട്ടമായി ശിക്ഷിക്കുന്നതിന്റെ പ്രത്യാഘാതങ്ങൾ വ്യക്തമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു. പോഷകാഹാരക്കുറവ്, നിർജ്ജലീകരണം, ശിശുക്കളും കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ ഫലസ്തീൻ ജനങ്ങൾക്കിടയിൽ ഉയർന്ന മരണങ്ങൾ എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിന്റെ ഭീകര ദൃശ്യങ്ങൾ താൻ കണ്ടതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. എന്നാൽ ഇസ്രായേൽ നേതാക്കൾക്കെതിരായ അറസ്റ്റ് വാറന്റിനുള്ള ICC നീക്കം തള്ളിക്കളഞ്ഞതായി ബൈഡൻ പറഞ്ഞു. വംശഹത്യ ആരോപിച്ച് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ദക്ഷിണാഫ്രിക്ക നൽകിയ പ്രത്യേക കേസിൽ ഇസ്രായേലിനെ അനുകൂലിച്ച് ബൈഡൻ രംഗത്ത് വരികയും ചെയ്തു. ഇസ്രായേൽ വംശഹത്യ നടത്തുന്നില്ലെന്നും പ്രതിരോധമാണ് നടത്തുന്നതുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഇതിനിടെ ഹമാസ് ബന്ദികളാക്കിയ വനിതാ സൈനികരുടെ വീഡിയോ ഇസ്രായേൽ പുറത്തുവിട്ടിരുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഇസ്രായേലിൽ കടന്നുകയറി ഹമാസ് ആയുധധാരികൾ ബന്ദികളാക്കിയ വനിതാ സൈനികരാണിവർ. പൈജാമ ധരിച്ച 5 വനിതാ സൈനികരെയാണ് വീഡിയോയിൽ കാണുന്നത്. നേരത്തെ ഇസ്രായേലി ടെലിവിഷൻ തടഞ്ഞുവെച്ച വീഡിയോകളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. വീഡിയോ പുറത്തു വന്നതോടെ ഹമാസുമായി വെടിനിർത്തലിന് തയ്യാറാവാനും അതുവഴി ബന്ദികളുടെ മോചനത്തിനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനുമേൽ സമ്മർദ്ദമേറുമെന്നാണ് ബന്ദികളുടെ കുടുംബങ്ങളുടെ പ്രതീക്ഷ. അതേസമയം സബ് ടൈറ്റിലോട് കൂടിയ ദേശീയ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പുറത്തുവിട്ട 3 മിനിറ്റ് വീഡിയോ ക്ലിപ്പ് തങ്ങൾക്ക് പിന്തുണ നേടിയെടുക്കാൻ സഹായിക്കുമെന്നാണ് ഇസ്രായേൽ സർക്കാരിൻ്റെ പ്രതീക്ഷ. ഈ പെൺകുട്ടികൾ ഇപ്പോഴും ഹമാസിന്റെ തടങ്കലിലാണ്. ദയവായി നിങ്ങൾ ദൃശ്യത്തിൽ നിന്ന് കണ്ണെടുക്കരുതെന്ന് സർക്കാർ വക്താവ് ഡേവിഡ് മെൻസർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഞങ്ങളുടെ പൗരന്മാരെ വീട്ടിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതിന് ഇസ്രായേൽ പിന്തുണയ്ക്കണം. വീഡിയോ കാണുമെന്നും ഡേവിഡ് മെൻസർ പറഞ്ഞു. ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിൽ 1200-ലേറെ പേർ കൊല്ലപ്പെട്ടുവെന്നും 250-ലേറെ പേരെ തട്ടിയെടുത്തുവെന്നുമാണ് ഇസ്രായേൽ പറയുന്നത്. ഇതിനെ തുടർന്ന് ഇസ്രായേൽ നടത്തിയ തിരിച്ചടിയിൽ ഇതുവരെ 35,000 ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ അധികൃതർ പറഞ്ഞു. യുദ്ധത്തിൽ 286 ഇസ്രായേലി സൈനികരും കൊല്ലപ്പെട്ടതായി സൈന്യം അവകാശപ്പെടുന്നു. സൈനിക സമ്മർദ്ദത്താൽ ഹമാസ് കൊമ്പുകുത്തുമെന്നാണ് നെതന്യാഹു സർക്കാർ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ബന്ദികളുടെ കുടുംബങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് വെന്തുരുകയാണ്. ബന്ദികളാക്കിയ യുവതികളെ ഹമാസ് ബലാത്സംഗം ചെയ്തിരിക്കാമെന്നും അവർ ആശങ്കപ്പെടുന്നുണ്ട്. എന്നാൽ ഹമാസ് ഇക്കാര്യം നിഷേധിക്കുകയാണ്.